അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുലാസത്തുൽ ഫിഖ്ഹ് 30. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. വുളൂഇന്റെ സുന്നത്തുകളിൽ നിന്ന് 24-ാമത്തെ സുന്നത്ത് അത്തസ്ലീഹു, 3 പ്രാവശ്യം ചെയ്യലാണ്. യുസന്നു തസ്ലീഹു, 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താക്കപ്പെടും. ഫീ കുല്ലിൻ, എല്ലാ കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ മിനൽ ഗസ്ലി, കഴുകലിലും, വൽ മസ്ഹി, തടവലിലും, വദ്ദൽക്കി, തേച്ച് കഴുകുന്നതിലും, വത്തഖ്ലീലി, തിക്കകറ്റുന്നതിലും, വസ്സിവാക്കി, മിസ്വാക്ക് ചെയ്യുന്നതിലും, വദ്ദിക്രി, ദിക്റ് ചൊല്ലുന്നതിലും, അവ്വലഹു, വുളൂഇന്റെ ആദ്യത്തിൽ ദിക്റ് ചൊല്ലുന്നതിലും, വഅസ്നാഅഹു, വുളൂഇന്റെ ദിക്റ് ചൊല്ലുന്നതിലും, വആഖിറഹു, വുളൂഇന്റെ അവസാനം ദിക്റ് ചൊല്ലുന്നതിലും, ഇതിലെല്ലാം തന്നെ 3 പ്രാവശ്യമാക്കൽ സുന്നത്താക്കപ്പെടും. വുളൂഇന്റെ ആദ്യത്തിൽ ചൊല്ലേണ്ടുന്ന ദിക്റ് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വുളൂഇന്റെ ഇടയിലും അവസാനത്തിലും ചൊല്ലേണ്ടുന്ന ദിക്റുകൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പഠിക്കാം. വയഹ്സുലു, കരസ്ഥമാകും, 3 പ്രാവശ്യം ചെയ്യുക എന്നത് കരസ്ഥമാകും. ബിഗംസിൽ വുളുവി, അവയവം മുക്കൽ കൊണ്ട്, ഫിൽ മാഇ, വെള്ളത്തിൽ, ഇദാ ഹർറകഹു മർറതൈനി, 2 പ്രാവശ്യം അവയവത്തെ വെള്ളത്തിലിട്ട് അനക്കിയാൽ. അപ്പൊ 2 കുല്ലത്ത് വെള്ളം, അതിൽ നിന്ന് വുളൂ ചെയ്യുന്ന വ്യക്തി മുഖം കഴുകിയതിന് ശേഷം കൈ ആ വെള്ളത്തിലേക്കിട്ട് 2 പ്രാവശ്യം അനക്കിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യം കൈ കഴുകിയതിൻ്റെ പുണ്യം ലഭ്യമാകും. വലാ യജ്സിഉ, മതിയാവുകയില്ല, തസ്ലീസു ഉളുവിൻ, ഒരു അവയവത്തെ 3 പ്രാവശ്യമാക്കൽ മതിയാവുകയില്ല. ഖബ്ല തമാമി വാജിബി ഗസ്ലിഹി, അവന്റെ ആ അവയവത്തിൻ്റെ കഴുകൽ നിർബന്ധമായ ഭാഗം പൂർണ്ണമായി കഴുകുന്നതിനു മുമ്പ്. ഒരാൾ മുഖം കഴുകുന്ന സമയത്ത് വലത്തെ കവിൾ ആദ്യം 3 പ്രാവശ്യം കഴുകി, പിന്നെ ഇടത്തെ കവിൾ 3 പ്രാവശ്യം കഴുകി. എന്നാൽ അത് 3 പ്രാവശ്യം മുഖം കഴുകിയതായി പരിഗണിക്കുകയില്ല. കാരണം എന്താണ്? വലത്തെ മുഖം അദ്ദേഹം 3 പ്രാവശ്യം ആക്കിയത് കഴുകൽ നിർബന്ധമായ സ്ഥലങ്ങൾ മുഴുവനും പൂർണ്ണമായി കഴുകുന്നതിന് മുമ്പാണ്. മുഖം പൂർണ്ണമായി 1 പ്രാവശ്യം കഴുകിയാലല്ലേ നിർബന്ധമായുള്ള ആ കഴുകൽ പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ ഇടത്തെ കവിൾ കഴുകുന്നതിന് മുമ്പാണ് അദ്ദേഹം വലത്തെ കവിൾ 3 പ്രാവശ്യം കഴുകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് 3 പ്രാവശ്യം കഴുകിയതായി കണക്കാക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ വലാ ബഅദ തമാമിൽ വുളൂഇ, പൂർണ്ണമായി വുളൂ ചെയ്തതിന് ശേഷം 3 പ്രാവശ്യം ചെയ്താലും മതിയാവുകയില്ല. ഒരാൾ ആദ്യം നിയ്യത്തോടുകൂടെ മുൻകൈ 1 പ്രാവശ്യം കഴുകി, വായിൽ വെള്ളം കൊപ്പളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും 1 പ്രാവശ്യം ചെയ്തു. പിന്നെ വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടുകൂടെ
മുഖം ഒരു പ്രാവശ്യം കഴുകി, ഇരു കൈകളും മുട്ടോടുകൂടെ ഒരു പ്രാവശ്യം കഴുകി, അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്തുകൊണ്ട് വുളൂ പൂർണ്ണമായി എടുത്തു. പിന്നീട് ആദ്യം മുതൽ ഒന്നുകൂടെ എടുത്തു. മൂന്നാമതും അങ്ങനെ തന്നെ ഓരോ പ്രാവശ്യമാക്കി എടുത്തു. എന്നാൽ അതും 3 പ്രാവശ്യം ചെയ്തതായി പരിഗണിക്കപ്പെടുകയില്ല. മുൻകൈ കഴുകുകയാണെങ്കിൽ ആ മുൻകൈ കഴുകുമ്പോൾ 3 പ്രാവശ്യം അവിടെ തന്നെ നടക്കണം. അല്ലാതെ വുളൂ കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നത് അത് ഒരിക്കലും 3 പ്രാവശ്യമായി പരിഗണിക്കപ്പെടുകയില്ല. 25ാമത്തെ സുന്നത്ത് അൽ ഇഖ്തിസാറു അലൽ വാജിബി, നിർബന്ധത്തിന്റെ മേലിൽ മാത്രം ചുരുക്കുക. ലിഇദ്റാകി ജമാഅത്തിൻ, ജമാഅത്ത് എത്തിക്കാൻ വേണ്ടി. സുന്നത്തും കൂടെ എടുത്തുകൊണ്ട് വുളൂ ചെയ്യുകയാണെങ്കിൽ ജമാഅത്ത് ലഭിക്കുകയില്ല. എങ്കിൽ അവിടെ സുന്നത്ത് എടുക്കാതെ നിർബന്ധം മാത്രം എടുത്തുകൊണ്ട് വുളൂ ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ അവൻ നിയ്യത്തോടുകൂടെ മുഖം ഒരു പ്രാവശ്യം കഴുകണം, കൈ രണ്ടും മുട്ടോടുകൂടെ ഒരു പ്രാവശ്യം കഴുകണം, തല ഒരു പ്രാവശ്യം തടവുക, കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ ഒരു പ്രാവശ്യം കഴുകുക. ഖലാസ്, കഴിഞ്ഞു. സുന്നത്തുകളൊന്നും അവൻ ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടിയാണ് ഇപ്പറഞ്ഞത്. എന്നാൽ സുന്നത്തുകൾ എടുത്തുകൊണ്ട് വുളൂ ചെയ്യുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയം തന്നെ പുറത്തായി പോകും. നിസ്കാരത്തിൻ്റെ സമയത്തിലായി നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ അപ്പോൾ അവിടെ നിർബന്ധമായ കാര്യങ്ങളുടെ മേലിൽ ചുരുക്കൽ നിർബന്ധമാണ്. അവിടെ സുന്നത്തെടുക്കാൻ പാടില്ല. അതാണ് ശേഷം പറയുന്നത് വയജിബു, നിർബന്ധമായതിൻ്റെ മേലിൽ മാത്രം ചുരുക്കൽ നിർബന്ധമാണ്. ലിദീഖി വഖത്തിൻ, സമയം കുടുസായതിനു വേണ്ടി. ഔ ഖില്ലത്തി മാഇൻ, അല്ലെങ്കിൽ വെള്ളം കുറവായതിനു വേണ്ടി. വളരെ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ. സുന്നത്തും കൂടെ എടുത്തുകൊണ്ട് വുളൂ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളം മതിയാവുകയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ സുന്നത്തുകൾ ഒഴിവാക്കി ഫർള് മാത്രം എടുത്തുകൊണ്ട് വുളൂ ചെയ്യൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ വെള്ളം ഉണ്ട്, അവ്യഹ്തിയാജി ഇലൈഹി ലിഅത്ശി മുഹ്തറമിൻ, അല്ലെങ്കിൽ വെള്ളം അവൻ്റെ കൈവശം ഉണ്ട്, ആ വെള്ളം ആവശ്യമാകും. ലിഅത്ശി മുഹ്തറമിൻ, ഇസ്ലാമിക നിയമപ്രകാരം അനുസരിച്ച് ജീവിക്കാൻ അർഹതയുള്ള ഒരു ജീവിയുടെ ദാഹത്തിന് വേണ്ടി ആവശ്യമാകും. ഒന്നിരിക്കൽ അവൻ്റെ ദാഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ജീവിയുടെ, ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കാൻ അർഹതയുള്ള ഒരു ജീവിയുടെ ദാഹത്തിന് വേണ്ടി ആവശ്യമാകും. അങ്ങനെ വരുമ്പോൾ അവൻ ഫർള് മാത്രമേ എടുക്കാവൂ. സുന്നത്തും കൂടെ എടുത്തുകൊണ്ട് വുളൂ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിയുടെ ദാഹത്തിന് വെള്ളം കൊടുക്കാൻ കഴിയാത്ത ഒരു രൂപം വരുമ്പോൾ അവിടെ ഫർള് മാത്രം എടുത്തുകൊണ്ട് വുളൂ ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നിസ്കാരം ഒഴിവാക്കുന്ന ഒരു മനുഷ്യൻ അവൻ ഇസ്ലാമിക നിയമപ്രകാരം
അവൻ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ്, നിസ്കാരം ഒഴിവാക്കുന്ന ഒരു മുസ്ലിം. അതുകൊണ്ട് തന്നെ അവൻ്റെ ദാഹത്തിന് വേണ്ടി സുന്നത്തെടുക്കാതെ വെള്ളം ഒഴിവാക്കി വെക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. നിസ്കരിക്കാത്ത മുസ്ലിമായ വ്യക്തി എത്രമാത്രം ഇസ്ലാമിൽ അവൻ്റെ സ്ഥാനം എത്രമാത്രം താഴെത്തട്ടിലാണ് എന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം കൃത്യമായി നിസ്കാരങ്ങൾ മുറ പോലെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.